ഇനി ഫീൽഡിന് കുറച്ച് പ്രോപ്പർട്ടീസാണ്. ആദ്യം പറയണത് എന്താ വെച്ചാൽ ഒരു ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 അല്ലെങ്കിൽ പ്രൈം നമ്പർ ആയിരിക്കും. പിന്നെ 0 ആവുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ് ക്യൂ. അപ്പോൾ ക്യൂവിനേക്കാളും വലുതാണ് ആര്? എന്താ പറയുക, റിയൽ നമ്പേഴ്സ്. അതിനേക്കാളും വലുതാണ് ആര്? ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അതിനേക്കാളും വലിയ ഫീൽഡാണ് റിയൽ നമ്പേഴ്സ്, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് 0 ആണ് ആർക്ക്? റിയൽ നമ്പേഴ്സിനും കോംപ്ലക്സ് നമ്പേഴ്സിനും ഒക്കെ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് 0 ആയ എല്ലാ എലമെൻസും എല്ലാ ഫീൽഡും ആരെ കണ്ടെയ്ൻ ചെയ്യണു എന്ന് പറയണത്? ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. പിന്നെ പറയണത് എന്താ? സബ് ഫീൽഡ് ZP എന്ന് പറയണത് ഗാൾവ ഫീൽഡ് P⁻n സബ് ഫീൽഡായിട്ട് മാറും. ZP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൾവ ഫീൽഡ് P എന്ന് പറയണത് ഗാൾവ ഫീൽഡ് P⁻n സബ് ഫീൽഡായിരിക്കും. അതാണ് പറയണത്. അപ്പോൾ P⁻n മറ്റ് സബ് ഫീൽഡ് ഏതൊക്കെയാണ് വരിക? പെന്നിൻ്റെ വാല്യൂ 5 എന്ന് വിചാരിക്കുക. അപ്പോൾ ഗാൾവ ഫീൽഡ് P² P⁵ സബ് ഫീൽഡായിരിക്കും. P³ P⁵ സബ് ഫീൽഡായിരിക്കും. P⁴ P⁵ സബ് ഫീൽഡായിരിക്കും. പിന്നെ അടുത്ത് പറയണത് എന്താ വെച്ചാൽ ഒരു ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ഓർഡർ P⁻n, അതിന് വേറൊരു ഫോമിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ഫീൽഡാണ് ഗാൾവ ഫീൽഡ് P⁻n. അതിന് ഇപ്പം എന്തുണ്ടാവും? നമുക്കറിയാം ഗാൾവ ഫീൽഡ് P എന്ന് പറയുന്നത് ഒരു സബ് ഫീൽഡാന്ന് പറഞ്ഞു. അതാ ഗാൾവ ഫീൽഡ് Pനെ മാത്രം വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് ഫീൽഡ്. ബാക്കി എല്ലാ ഫീൽഡും ഗ്രൗണ്ട് ഫീൽഡല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, P⁵ ഗാൾവ ഫീൽഡ് P⁵ സബ് ഫീൽഡാണ് P⁴ P³ P² P. അതിൽ ആ Pനെ മാത്രം വിളിക്കുന്നതാണ്, ഗാൾവ ഫീൽഡ് Pനെ മാത്രം വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് ഫീൽഡ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് P എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ആ കണ്ടീഷനാണ് x+y⁴p = h⁻p+y⁴p. ഇതിനെ പറയുക ഫ്രഷ്മാൻ എക്സ്പോണൻഷ്യേഷൻ എന്നാണ് പറയുക. ഇനി പ്രിമിറ്റീവ് എലമെൻറ്റ്. എന്താണ് പ്രിമിറ്റീവ് എലമെൻറ്റ്? ഇവർ പറയണത് എന്താ വെച്ചാൽ ഒരു ഫീൽഡിൻ്റെ ഓർഡർ എന്നാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിമിറ്റീവ് എലമെൻറ്റിൻ്റെ ഓർഡർ n-1 ആയിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ എന്നിലാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുള്ളത് Q-1ൻ്റെ കാര്യമാണ്. ആദ്യത്തെ പറയുന്നത് എന്താ വെച്ചാൽ ഓർഡറിൻ്റെ ഡെഫിനിഷനാണ്. ഓരോ എലമെൻറ്റും ഒരു ബീറ്റ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിനെ ഗാൾവ ഫീൽഡ് Q എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റയുടെ ഓർഡർ എന്ന് പറയുന്നത് അത് എപ്പോഴാണ് 1 ആവണത്, അതാണ് അതിൻ്റെ ഓർഡർ. ഇനി പ്രിമിറ്റീവ് എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? അതിപ്പോൾ ക്യൂവാണ് ഗാൾവ ഫീൽഡ് Qൻ്റെ ഓർഡർ എങ്കിൽ പ്രിമിറ്റീവ് എലമെൻറ്റിൻ്റെ ഓർഡറാണ് Q-1. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ് ജനറേറ്റ് ഓൾ ദ നോൺ സീറോ എലമെൻറ്റ് ഓഫ് ദ ഫീൽഡ്. പ്രിമിറ്റീവ് എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അതാണ് വിട്ടു പോകാണ്ടിരിക്കേണ്ടത്. ഇറ്റ് ജനറേറ്റ് ഓൾ ദ നോൺ സീറോ എലമെൻറ്റ് ഓഫ് ദ ഫീൽഡ് പ്ലസ് അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? Q-1. ഇനി കുറച്ച് പ്രോപ്പർട്ടീസാണുള്ളത്. ഇപ്പോൾ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിൻ്റെ ഓർഡർ Q-1നെ ഡിവൈഡ് ചെയ്യും. പിന്നെ അവർ പറയണത് ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ S ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ബീറ്റ എന്ന് പറയുന്നത് എന്തിനെ ഡിവൈഡ് ചെയ്യും? അതായത് β⁻S = 1. അതായത് ചിലപ്പോൾ അതിൻ്റെ ഓർഡർ S തന്നെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യും. β⁻S = 1 എന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് എന്ത് പറയാം? ഒന്നില്ലെങ്കിൽ അത് ഓർഡർ, ആ ബീറ്റയുടെ ഓർഡർ, ആ എലമെൻറ്റിൻ്റെ ഓർഡർ S ആവാം, അല്ലെങ്കിൽ എസിൻ്റെ മൾട്ടിപ്പിൾസ് ആവാം. അതാണ് ഓർഡർ ഓഫ് ബീറ്റ / S എന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ പറയണത് എന്താ വെച്ചാൽ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ S ആണ്, അടുത്തൊരു എലമെൻറ്റിൻ്റെ ഓർഡർ T ആണെങ്കിൽ ഈ മാത്രമല്ല ഇവരുടെ GCD കാണാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ GCD ഓഫ് ST 1 ആണെങ്കിൽ ആൽഫ ബീറ്റയുടെ ഓർഡർ എന്തായിരിക്കും? ST ആയിരിക്കും. ഇതെല്ലാം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇതൊക്കെ ചോദിക്കാൻ കൂടുതൽ ചാൻസ്. ഇനി എന്താ പറയണത്? ഇനി ഫൈനൈറ്റ് ഫീൽഡ് ആൽഫയുടെ ഓർഡർ T ആണ് കേട്ടോ. ആൽഫയുടെ ഓർഡർ T ആണ്. ഇനി ആൽഫയുടെ ഏത് പവർ വന്നു? ഇപ്പോൾ α⁻2 3 4 5 ആൽഫ⁻ ഏത് പവർ വന്നാലും
ഓർഡർ ഓഫ് ആ എലമെൻറ്റ്, അതായത് ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഓർഡർ ഓഫ് ആൽഫ റേസ് ടു ഐ. ഇവരാദ്യം പറഞ്ഞിരിക്കുന്നത് ആൽഫയുടെ ഓർഡർ ടി ആണ്. ഇപ്പോൾ പറയുന്നത് ആൽഫ റേസ് ടു ഐൻ്റെ ഓർഡർ എന്താവും 1/GCD ഓഫ് IT ആണ്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പൊട്ടൻഷ്യലുള്ള ക്വസ്റ്റ്യനാണിത്. ഇപ്പോൾ നോക്കിയേ, എന്താ വെച്ചാൽ നമുക്കിപ്പോൾ പ്രിമിറ്റീവ് എലമെൻസിൻ്റെ കുറിച്ച് പറഞ്ഞു. പ്രിമിറ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽഡിലെ എല്ലാ നോൺ സീറോ എലമെൻസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ചെയ്യും. അതിൻ്റെ ഓർഡർ Q-1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗാൽവ ഫീൽഡ് ക്യൂവിൽ എത്ര പ്രിമിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് കണ്ടാൽ മതി, 5 ഇപ്പോൾ അതൊക്കെ എക്സാമിന് ചോദിക്കാം. ഇപ്പോൾ ഗാൽവ ഫീൽഡ് 25 എത്ര പ്രിമിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദ്യം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 5 അതായത് 5 of 24 എങ്ങനെ എഴുതാം? 24 നമുക്കറിയാം എന്താണ്, 6 × 4 24 ആണ്. ആ 6ന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 3 × 4ന് നമുക്ക് 2 സ്ക്വയർ, അതായത് 24 = 2³ × 3 എന്ന് എഴുതാം. അപ്പോൾ 5 of Q എങ്ങനെ കാണുക, 2³ കാണുമ്പോൾ 2³ - 2 സ്ക്വയർ കാണണം. 3യുടെ കാണുമ്പോൾ 3 - 1 2 കിട്ടും. അപ്പോൾ 2 × നേരത്തെ 2³ - 2 സ്ക്വയർ ചെയ്യുമ്പോൾ 8 - 4, അപ്പോൾ 4 × 2 8 ആണ് പ്രിമിറ്റീവ് എലമെൻസിൻ്റെ എണ്ണം. പിന്നെ പറയുന്നത് നമ്മളിപ്പോൾ പ്രിമിറ്റീവ് എലമെൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റാണ് H⁻Q - H. അതായത് ഇതേത് ഗാൽവ ഫീൽഡ് Q ആണ്. അതിലൊരു ഇക്വേഷനാണ് എന്ത്, H⁻Q - H = 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ പറയണത് എല്ലാ എലമെൻസും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറയണത്. ഏത്, H⁻Q - H = 0. ഇനി അടുത്ത് നമ്മുടെ അതായത് അവരെപ്പോഴും ചോദിക്കുന്ന ഒരു ഡെഫിനേഷനാണ് എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്. ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇവിടെ കൊണ്ടുപോയിടാൻ തന്നെ കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, H⁻Q - H ഗാൽവ ഫീൽഡ് Qവും. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് മീൻസ് 2 ഫീൽഡുകളുണ്ട്. ആദ്യത്തെ ഒരു ഫീൽഡാണ് F, രണ്ടാമത്തെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഫീൽഡാണ് E. അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ ഈ F ചെറുതും E വലുതും, ഈ F എന്നൊരു പോളിനോമിയൽ ഉണ്ട്, സ്മോൾ ലെറ്റർ F എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയൽ ക്യാപിറ്റൽ F എന്ന ആ ഫീൽഡിൽ എന്താവില്ല, അതിനെ ലീനിയർ ഫാക്ടറായിട്ട് എഴുതാൻ പറ്റില്ല. പക്ഷേ എന്ത് എഴുതാൻ പറ്റും, E(x)ൽ, അതായത് ഞാൻ പറഞ്ഞു 2 ഫീൽഡ് ഉണ്ടായാൽ വലിയ ഫീൽഡാണ് E(x)ൽ അതിന് നമുക്ക് ലീനിയർ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഈ ഇയുടെ ഒറ്റ സബ് ഫീൽഡുകളിലും അത് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ അതിനിപ്പോൾ പിടിച്ച ലീനിയർ ഫാക്ടർ എഴുതാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞി ഫീൽഡിനെയാണ് എന്ത് വിളിക്കുക, സ്പ്ലിറ്റിംഗ് ഫീൽഡ്. ഈനേക്കാളും ചെറിയ ഈയുടെ വേറെ ഒറ്റ സബ് ഫീൽഡിലും ഇതിനെ ലീനിയർ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. ഈ തൊട്ട് അങ്ങനെ മുകളിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ലീനിയർ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫീൽഡിനെ വിളിക്കണ പേരാണ് എന്ത്, സ്പ്ലിറ്റിംഗ് ഫീൽഡ്. അപ്പോൾ ഇവിടെ എന്തിനാണ് അത് കൊണ്ടുവന്ന് വെച്ചാൽ ഈ ഗാൽവ ഫീൽഡ് Q, ആ ഫീൽഡിലെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, H⁻Q - H = 0 എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ എല്ലാ എലമെൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഗാൽവ ഫീൽഡ് Q ആണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് H⁻Q - H. ഈ H⁻Q - Hൻ്റെ കാര്യം ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ അതെന്താ പറഞ്ഞേക്കണേ വെച്ചാൽ ആ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ എവരി എലമെൻറ്റിൻ്റെ ഫീൽഡ് ഗാൽവ ഫീൽഡ് Q സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ H⁻Q. ഇപ്പോൾ പറയുന്ന H⁻Q⁻n - H = 0യും എല്ലാ എലമെൻസും സാറ്റിസ്ഫൈ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയൊക്കെ പ്രൂവ് ചെയ്യാം. പക്ഷേ ആ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല.